ഞാൻ ഐസിൻ മനാഫ്. പുണ്യമാസത്തിനു ശേഷം സന്തോഷവും സ്നേഹവും പങ്കിടുന്ന മനോഹരമായ ആഘോഷമാണ് പെരുന്നാൾ. ഐഡിൽ എഫ്എമ്മിൽ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൊയ്തു സാർ ആണ്. സാറിനെ ഐഡിൽ എഫ്എമ്മിലേക്ക് സ്വാഗതം. പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഓർമ്മ എന്തെല്ലാമാണ്? നമസ്കാരം. പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ, നിങ്ങളിപ്പോൾ പ്രായമുണ്ടല്ലോ, ആ സമയത്ത് ഇതുപോലെ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ, അതായത് മാസപ്പിറവി കാണും. മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള എല്ലാ ആളുകളും തെക്ബീർ ചൊല്ലും. കേട്ടിട്ടില്ലേ തെക്ബീർ? പെരുന്നാളിൻ്റെ തെക്ബീറുകളൊക്കെ ചൊല്ലി ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ പോവും. കൂട്ടമായിക്കൊണ്ട് എല്ലാ വീടുകളിലൊക്കെ പോകും. പിന്നെ പിറ്റേ ദിവസം പള്ളിയിലേക്ക് പോകും. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും. പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒക്കെ ആണ് നമ്മൾ അന്ന് പെരുന്നാളിൻ്റെ അന്ന് പോകുക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീട് കുടുംബക്കാരോടും അതുപോലുള്ള ആളുകളുടെ വീടുകളിലേക്ക് തന്നെ പോകും. ഓക്കെ. പഠനകാലത്തെ പെരുന്നാൾ ആഘോഷവും ഇപ്പോൾ ഉള്ള ആഘോഷവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ വളരെ കൂടുതലാണ്. ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും പുതുവസ്ത്രം ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും പുതുവസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഒരാൾക്ക് ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാവില്ല, ട്രൗസറോ പാൻറ് ഉണ്ടാവില്ല. മറ്റാൾക്ക് പാൻറ് എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഷർട്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ ആളുകൾക്കും ഒരു പുതിയ വസ്ത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണങ്ങളും. ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടണം, അല്ലേ? എവിടെ പോയാലും നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണമാണ്. പക്ഷെ അന്ന് പെരുന്നാളാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ഉണ്ടാകുക. ചിക്കനും മട്ടനും ബീഫൊക്കെ പെരുന്നാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ പെരുന്നാൾ ദിവസം വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. വീടുകളിലൊക്കെ ഭയങ്കര ആഹ്ലാദമായിരിക്കും. കാരണം പുതുവസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം കിട്ടുന്നതൊക്കെ പെരുന്നാൾക്കാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് മട്ടനും ബീഫും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഡെയിലി വീടുകളിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അറിയില്ല. അതേപോലെ തന്നെ വസ്ത്രം നമുക്ക് ഇഷ്ടംപോലെ ഇടയ്ക്കിടയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയില്ല. അപ്പോൾ പഴയ കാലത്ത് നമുക്ക് പെരുന്നാൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. മാത്രമല്ല അന്നൊക്കെ പെരുന്നാൾ കാലഘട്ടത്തിൽ നമ്മൾ പെരുന്നാളായി കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്മുടെ കുടുംബക്കാരോട്, ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ എല്ലാ ആളുകളും കൂട്ടത്തോടു കൂടി പോകും. ഭയങ്കര ഒരു സന്തോഷമുള്ള മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ. ഞങ്ങൾ കുട്ടികളോടായി എന്ത് പെരുന്നാൾ സന്ദേശമാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെരുന്നാളായി കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വീടുകളിലൊക്കെ, അല്ലേ? വസ്ത്രമൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാവും. നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, പെരുന്നാളായി കഴിഞ്ഞാൽ പോവുക. എന്നിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുവെക്കുക. അതേപോലെ തന്നെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ നമ്മൾ മാസം കണ്ട് എന്ന് പറഞ്ഞാൽ തെക്ബീർ ചെല്ലുക, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പള്ളിയിൽ പോവുക. മുസ്ലിങ്ങളൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിൽ പോകും പ്രയറിന് വേണ്ടിയിട്ട്. അതൊക്കെ കഴിയും. അതുപോലെ തന്നെ കുടുംബങ്ങളിലേക്കൊക്കെ പോവുക, അവരോടൊക്കെ സന്തോഷം പങ്കുവെക്കുക. പരസ്പരം പ്രായമുള്ള ആളുകൾ, ഉമ്മമാരും ഒക്കെ ഉണ്ടാവും വീടുകളിലൊക്കെ, പ്രായമുള്ള ഉപ്പന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടൊക്കെ പോയിട്ട് സന്തോഷം പങ്കുവെക്കുക. അവർക്കൊക്കെ ഈ ഈദ് സന്ദേശം കൈമാറുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരു പിടി നല്ല പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെച്ച മൊയ്തു സാറിന് ഒരുപാട് നന്ദി. പുതിയ അതിഥിയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഓക്കെ.